ഹലോ, ഇന്നത്തെ ഒരു ദിവസം ഇതാ നമ്മൾ രാവിലത്തെ പരിപാടികളോട് കൂടിയായിട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇളച്ചിട്ട് അങ്ങനെ പുട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അടുത്തിരുന്ന് ഓരോന്ന് സംസാരിച്ച് അങ്ങനെ പുട്ടിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. പുട്ടായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ വേഗത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഐബും അതിനും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് രണ്ടാളും. നല്ല കുട്ടിയാ എന്തൊരു കൗത്തുള്ള മാലേ പുതിയത് മാലേ അപ്പച്ചിക്ക് അരി വരണോ? ഇപ്പം ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ ചായൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഉച്ചക്കത്തേക്ക് ചോറൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ തീ കത്തിക്കൽ കൂടുതലും തന്നെയാണ്. കാരണം ഞങ്ങൾ രണ്ടാളും ആരെങ്കിലും തീ കത്തിച്ചാലും പിന്നെ മൈമലൊരു കൈ വെക്കേണ്ടി വരും നല്ലോണം ഒന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നെന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ കത്തി കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഒലക്കടിയും ഇതൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും മണ്ണെണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ കേട്ടോ തീ കത്തിക്കൽ. ഇന്നിപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒലക്കടിയൊക്കെ വെച്ച് ഒരു വിധത്തിൽ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ കത്തി കിട്ടിയിട്ടുണ്ടായിനി. അല്ലെ കുറേ നേരം ഊതിയും ഇതാക്കിയൊക്കെ ഉണ്ടോ തീയൊന്ന് കത്തി കിട്ടൽ. അത് ആ ചോറിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ മദ്രസൊക്കെ വിട്ട് വന്ന് ഓളൊന്ന് ഉടുപ്പായിട്ട് എടുത്തിന്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കറങ്ങി നോക്കുകയാണ്. എന്നെ ഒന്ന് ഫ്രാൻസിൽ തിരിച്ചെത്തിക്കൂ. ഷോക്ക് ഐസ രാവിലെ തന്നെ വായിച്ചു രാവിലെ അല്ലാത്ത പത്രം വായിക്കില്ലല്ലോ, എന്തെങ്കിലും വായിക്കട്ടെ. രാവിലെ ആദിവാസി. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കായ അങ്ങനെ ഉപ്പേരി റെഡിയാക്കുന്നുണ്ട്, പിന്നെ ചിക്കന് കറിയാക്കുന്നുണ്ട്, ഫ്രൈ ആക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഓരോ ഐറ്റംസ് കേട്ടോ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഞങ്ങളെ പുതിയ വീടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കിച്ചൻ്റെ വർക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പണിക്കാരൊക്കെ ഉണ്ടായപ്പോൾ നമ്മളൊന്ന് നോക്കിയതാ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തറവാട് വീടിൻ്റെ ഏകദേശം ഒരു ബാക്ക് ഭാഗത്തായിട്ടാട്ടോ നമ്മൾ പുതിയ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കിച്ചൻ്റെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐബും എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അവന് ഭയങ്കര ആവശ്യം കേട്ടോ. ഇപ്പോൾ പുതിയ വീടായതുകൊണ്ട് തന്നെ അവനിങ്ങനെ വാതിൽ വെക്കലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ഇതിന് നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ തന്നെ വന്ന് അങ്ങനെ ഓരോന്നും നോക്കി നിൽക്കും കേട്ടോ. പാപ്പക്ക് വെക്കാറ് കേട്ടോ. ഇവിടെ ആവശ്യത്തിന് വീട്ടിൽ വെക്കാറുണ്ടായിരുന്നു. എന്തോ വെക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ മക്കൾ കഞ്ഞി കൊടുക്കലും കുളിപ്പിക്കലും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഉച്ചവരെ അങ്ങനെ പോയിട്ടുണ്ടായിട്ടോ. പിന്നെ ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ കുറേ ആയി സോപ്പ് ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ സോപ്പിൻ്റെ ആ ഒരു കിറ്റ് വാങ്ങാൻ പോകുന്നതും ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ. ആ ഒരു കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി നോക്കുന്നത്. സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മളെ തൊട്ടടുത്ത കടകളിലും ഒന്നും വാങ്ങിക്കാനില്ല, പിന്നെ ഓൺലൈനായിട്ടൊക്കെ അങ്ങനെ വാങ്ങിക്കണം. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല അത് എത്തി. പിന്നെ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം പെട്ടെന്ന് തന്നെ കിറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ ബക്കറ്റിലേക്ക് നമ്മളതൊരു 3-4 ഐറ്റംസ് ഉണ്ട് ആ ഒരു കിറ്റിലായിട്ട്. അപ്പം അതിലിങ്ങനെ ഓർഡറിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതിതാ ബക്കറ്റിലേക്ക് അതിലൊരു കൂട്ടങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സോപ്പിന് കളറ് കിട്ടുന്നൊരു ഐറ്റമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഇത് കളറിങ്ങനെ കണ്ടപ്പം വേറൊരു പച്ച പോലെ നമുക്ക് തോന്നിയിന്. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ തോന്നിയിട്ടോ പെട്ടെന്ന് ഇതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ ഒരു കളറ് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയണോ എന്നൊക്കെ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ സോപ്പ് ഇങ്ങനെ റെഡിയായി വന്നപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ച കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നല്ലോണം മിക്സാക്കി ഒരു 3 മണിക്കൂറൊക്കെ ഏകദേശം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അപ്പോൾ അത് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ ബക്കറ്റിലേക്ക് ഒരു കിലോയോളം
വെളിച്ചെണ്ണ കേട്ടോ ചേർത്തെടുക്കുന്നത്. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെ കേട്ടോ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കിറ്റിലുള്ളൊരു ഐറ്റം കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു മിക്സില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് തോന്നി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് 5-10 മിനിറ്റ് വരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു കളറ് കാര്യങ്ങളൊക്കെ നല്ലോണം വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൈ ഇങ്ങനെ ചെറുതായിട്ട് കടിയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മാറി മാറി അങ്ങനെ ഇളക്കി കൊടുത്തിന്. പിന്നെ ഇളക്കുന്നതനുസരിച്ച് ഇതാ നല്ലൊരു പച്ച കളറിലായിട്ട് തന്നെ ഈ ഒരു മിക്സ് വരുന്നുണ്ടതിന്. അപ്പോഴാണ് ആ ഒരു കളറാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നല്ലൊരു പച്ച കളറായിട്ട് തന്നെ നമ്മൾ 10 മിനിറ്റ് കൈവിടാതെ ഇളക്കിയപ്പോൾ നല്ലൊരു പച്ച കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു മിക്സിലുള്ള വേറൊരു ഐറ്റം ചേർത്തെടുക്കുകയാണ്. അത് ചേർത്തെടുത്തിട്ടും നമ്മളിങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ ഒരു 5-10 മിനിറ്റ് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ കുറേശ്ശായിട്ട് പൊടി ഇങ്ങനെ ഇട്ടെടുത്ത് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഇളക്കി കൊടുത്ത് ഒരു സോപ്പിനുള്ള മിക്സൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിന്. അപ്പോൾ അവസാനമാണ് നമ്മൾ ഇതിലേക്കുള്ളൊരു മണത്തിനുള്ളൊരു ഐറ്റം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കട്ടൊന്നും ഇല്ലാതെ കുറേ സമയം ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും വേണം കേട്ടോ. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കൈ കൊണ്ട് ഇങ്ങനെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നല്ല കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കൈക്ക് എന്തെങ്കിലും ഇനി വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതാ കൈക്ക് കവറൊക്കെ ഇട്ടിട്ട് അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തപ്പോൾ ഒരു പിസ്തയുടെ ഒരു മണം പോലെ കേട്ടോ നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിന്. ഒരു പിസ്തേൻ്റെ ഒരു മണം ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു സോപ്പ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഇതാ കാഴ്ചക്കാർ കുറേ ഉണ്ട് കേട്ടോ. അയവും അതിനും ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യണേ. രണ്ടുപേരും അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ലേനി. ഞാൻ കെമിക്കലായതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് മാറ്റി നിർത്തി കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഇങ്ങനെ എന്താണെന്ന് അറിയാനുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ വന്ന് നമ്മളടുത്ത് തന്നെ നിൽക്കണ്ടായിന്. അങ്ങനെ സോപ്പിൻ്റെ മിക്സൊക്കെ റെഡിയായി. നമ്മളിപ്പോൾ അതാ സോപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അതിലൊരു 6 സോപ്പിന് വരെയുള്ളൊരു സ്ഥലമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതിങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാലും റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ ഉമ്മ എല്ലാത്തിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാത്തിലും ചെറുതായിട്ടൊന്ന് അങ്ങനെ തടവി കൊടുത്തിട്ട് ഇതാ നമ്മൾ സോപ്പിൻ്റെ ആ ഒരു മിക്സ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ കുറേശ്ശെ ആയിട്ട് ഓരോന്നിലും അങ്ങനെ ഒഴിച്ചെടുക്കുക. ഏകദേശം ഒരു 15 സോപ്പ് വരെ കേട്ടോ നമുക്ക് ഈ ഒരു മിക്സ് കൊണ്ട് കിട്ടിയിട്ടുണ്ടായിന്. ഓലിങ്ങനെ വാങ്ങുന്ന സമയത്ത് 20 സോപ്പിന് വരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അളവ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ കിട്ടും തോന്നുന്നുണ്ട്. നമ്മളിപ്പം 1 കിലോൻ്റെ അടുത്തായിട്ടാട്ടോ വെളിച്ചെണ്ണ എടുത്തിന്. അപ്പോൾ വെളിച്ചെണ്ണൻ്റെ അളവിനും കൂട്ടാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും ഒരു 20 സോപ്പ് വരെ നമുക്ക് കിട്ടാൻ മതി കേട്ടോ. പിന്നെ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു കട്ടിയുള്ള പോലെ ആവുമല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും ഒരു 15-16 സോപ്പിനാട്ടോ നമുക്ക് ഈ ഒരു മിക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റീനെ. ഇനിയിപ്പോൾ മോഡിലൊക്കെ ഒഴിച്ച് ബാക്കി വന്നത് ഇതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഗ്ലാസ്സിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം രാവിലെ കേട്ടോ അത് പിന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം രാത്രി ഒരു വൈകുന്നേര സമയം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോപ്പ് നല്ലോണം സെറ്റായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നൊക്കെ സെറ്റാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് ആ സോപ്പൊക്കെ സെറ്റായിന് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ മോൾഡിൽ നിന്ന് എടുത്തു വെക്കാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ മോൾഡൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ സോപ്പ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം നന്നായിന്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലോണം നന്നായിട്ട് തന്നെ സോപ്പ് കിട്ടീന് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാൾക്കും എങ്ങനെ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് വന്നും തൊട്ട് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിന്.
അങ്ങനെ എല്ലാ സോപ്പും നമ്മൾ മോൾഡിൽ നിന്നും ഇതിൽ നിന്നൊക്കെ കപ്പിൽ നിന്നൊക്കെ മാറ്റി അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്നെടുത്ത് കേക്കൊക്കെ നോക്കി, അത്യാവശ്യം നല്ല പദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 15 ദിവസം ചെയ്യണം എന്നാട്ടോ നമ്മൾ ആ ഒരു കിറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്ന ആ ഒരു സമയം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് നോർമലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാമെന്നാട്ടോ പറഞ്ഞിന്. അപ്പോൾ അതാ നമ്മളെ ആദ്യ പരീക്ഷണം വിജയിച്ചിട്ടുണ്ടോ, നല്ല രീതിയിൽ തന്നെ സോപ്പ് കിട്ടീന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.